മാധവിക്കുട്ടി എന്ന കമലാസുറയ്യ അവര് പ്രസംഗിച്ച വാക്ക് അതുപോലെ ഞാൻ പറയാം. ഒരു വളർത്തുനായ ഭക്ഷണം കൊടുക്കുന്ന യജമാനനെ കാണുമ്പോ വാലാട്ടുന്നത് പോലെ ആത്മാവിന്റെ പിന്നാലെ ശരീരത്തെ ഞാൻ കൊണ്ടു നടന്നു. എനിക്കൊരുപാട് പണമുണ്ടായിരുന്നു. ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ഒരുപാട് വിറ്റഴിഞ്ഞു. ലോക വിപണിയിൽ എന്റെ പുസ്തകങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടായി. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുള്ള സർവകലാശാലകളിലും ഞാനൊരു ഗസ്റ്റ് ലെക്ചറായി മാറി. നാലപ്പാട്ട് തറവാട്ടിലെ നീർമാതളത്തിന്റെ ചുവട്ടിലെ ചന്ദനത്തിൽ തീർത്ത കസേരയ്ക്കകത്തിരുന്നു കൊണ്ട് ഞാൻ എഴുതിയ കഥയും കവിതയും ലോകത്തെ ഫാൻസി ഡ്രസ് എന്ന ഇംഗ്ലീഷ് പോയം, അത് ഇംഗ്ലീഷ് എന്റെ കവിത പല യൂണിവേഴ്സിറ്റികളിലും പാഠപുസ്തകമായി മാറിയെങ്കിൽ വ്യക്തിപരമായി എനിക്ക് അല്പം സമാധാനത്തിന്റെ കുറവുണ്ടായിരുന്നു. ഇന്ന് ആ സമാധാനത്തിന്റെ കുറവില്ല. 1400 കൊല്ലം മുമ്പ് മക്കയിൽ ഒരു പൂമഴ പെയ്തു. 23 കൊല്ലം ആ മഴ തകർത്ത് തിമർത്ത് പെയ്തു. മദീനയിൽ പെയ്ത ആ മഴ 23 വർഷക്കാലം തകർത്ത് തിമർത്ത് പെയ്ത മഴ മദീനയിൽ വെച്ചുകൊണ്ട് തോർന്നുപോയി. 1400 കൊല്ലത്തിന് ശേഷം പുന്നയൂർ കുളത്തിനടുത്തുള്ള നാലപ്പാട്ട് തറവാട്ടിലെ ചന്ദനത്തിൽ തീർത്ത കസേരയ്ക്കകത്തിരുന്ന് കാവിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് ഞാൻ കൈ നീട്ടിയപ്പോ 2 തുള്ളി എന്റെ കൈവെള്ളയിൽ വന്ന് വീണു. എന്റെ കൈവെള്ളയിൽ വന്ന് വീണ ആ മഴത്തുള്ളി എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ എന്റെ ആത്മാവ് ശാന്തിയായി. വില്യം ഷേക്സ്പിയറിന്റെ മാക്ബത്തും ജൂലിയസ് സീസറും വായിച്ച മാധവിക്കുട്ടിയുടെ മനസ്സിന് സാന്ത്വനം നൽകാൻ അതിന് കഴിഞ്ഞില്ല. മാക്സിം ഗോർക്കിയുടെ ദ മദർ എന്ന പുസ്തകം വായിച്ച മാധവിക്കുട്ടിക്ക് ആ പുസ്തകത്തിൽ നിന്ന് ആത്മാവിനെ പ്രചോദനം നൽകാൻ അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടാഗോറിന്റെ ഗീതാഞ്ജലിയും അതേപോലെ ടോൾസ്റ്റോയുടെ ഗ്രന്ഥങ്ങളും ആർതർ കോണൻ ഡോയിലിന്റെ ദ ഹൗണ്ട് ഓഫ് ബാസ്കർവില്ല മുതൽ അഗതാ ക്രിസ്റ്റിയുടെ 13 പ്രോബ്ലംസ് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനകത്തൊന്നും കാണാത്ത സമാധാനം നിരക്ഷരനായ മുഹമ്മദിലൂടെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് 21ാം നൂറ്റാണ്ടിന്റെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന സൂര്യന്റെ സപ്തകിരണങ്ങൾ ഭൂമിയെ ഉമവെച്ചപ്പോ എറണാകുളത്തിന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഒരു സാഹിത്യകാരി നമ്മോട് വിളിച്ചു പറഞ്ഞെങ്കിൽ മുഹമ്മദീയ ചരിത്രം, മുഹമ്മദീയ ഹിസ്റ്ററി, സയ്യിദിനാ മുഹമ്മദ് മുസ്തഫ. അതൊരു പാതിരാ പ്രസംഗത്തിന്റെ വാക്കായി നിങ്ങൾ കാണേണ്ട. ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മുഹമ്മദീയ ദർശനത്തിന്റെ ചരിത്രമാണ് സയ്യിദിനാ മുഹമ്മദ് മുസ്തഫ. സലാത്ത് ഉറക്കെ ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് പേര് വെച്ചതാ. ഇവിടെ വെച്ച് തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ഉദ്ദേശിക്കാനും പാടില്ല. അതുകൊണ്ട് ഈ കുട്ടി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഖുർആനിൽ ഞാൻ 2 ആയത്തോളാം. സൂറത്തുൽ ബഖറ. ഖുർആനിൽ എത്രാമത്തെ സൂറത്താ? 3-ാമത്തെയോ? 2-ാമത്തെ. കഅബ നിർമ്മിക്കാൻ വേണ്ടി അല്ലാഹു ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോടും പറഞ്ഞു. നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ദുആ ഉണ്ട്. ആ ദുആയി പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീതി സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞാനും എന്റെ പൊന്നുമോനും നിർമ്മിച്ച ഈ കഅബയെ നീ സ്വീകരിക്കണമേ അല്ലാഹ്. അതിന്റെ അർത്ഥം എന്താ? റുക്നുൽ യമാനിയും റുക്നുൽ ശാമും ഹജറുൽ അസ്വദും അതിന്റെ ഓരോ മൂലയും ഞങ്ങളുടെ അറിവിൽ, ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു കുറ്റമില്ലാതെ ഞങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കാണാത്ത കാണുന്ന റബ്ബേ, ഞങ്ങൾ കേൾക്കാത്ത കേൾക്കുന്ന റബ്ബേ, ഞങ്ങൾ നോക്കിയാൽ കാണാത്ത ന്യൂനത കാണാൻ കഴിവുള്ള നാഥ, നീ ന്യൂനത കണ്ടേക്കാം. അതുകൊണ്ട് സ്വീകരിക്കാതിരിക്കല്ല റബ്ബേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക, എന്നെയും എന്റെ പൊന്നുമോൻ ഇസ്മായിലിനെയും ഞങ്ങളെ 2 പേരെയും നീ മുസ്ലിങ്ങളാക്കണേ അല്ലാഹ്. സൂറത്തുൽ ബഖറ അടുത്ത ആയത്ത് ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് സൂക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിക. റബ്ബനാ വബ്അസ് ഫീഹിം, അല്ലാഹുവേ ഇവരിൽ നിന്ന് നീ ഒരു റസൂലിനെ നിയോഗിക്കണമേ.
യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ വബ്അദ് ഫീഹിം റസൂല, ഈ മക്കയിൽ നിന്ന്, ഈ ജനപ്രദേശമല്ലാത്ത സ്ഥലത്ത് നിന്ന്, ആ മലയുടെ പ്രദേശങ്ങളിൽ നിന്ന് റബ്ബേ നീ ഒരു ദൂതനെ അയക്കണമേ തമ്പുരാനെ. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തോതി കൊടുക്കുന്ന വയുഅല്ലിമുഹുമുൽ കിതാബ, നിന്റെ കിതാബ് ഓതി കൊടുക്കുന്ന വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത, തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന. പോരാ വയുസക്കീഹിം, ഹൃദയത്തെ ഇറങ്ങിച്ചെന്ന് സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നീ അയക്കണേ എന്ന് വാപ്പയും മോനും അവിടെ വെച്ചുകൊണ്ട് ദ്വാരെന്നതിന്റെ തൊട്ടുമുറ്റത്ത് 4000 കൊല്ലത്തിന് ശേഷം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് പാത്രീഭവിക്കപ്പെട്ട പുണ്യഭൂമിയിൽ സഫാ മർവ കുന്നിന്റെ താഴെ അബ്ദുൽ മുത്തലിബിന്റെ കൈവെള്ള ഇരിക്കുന്നു ആ പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചു നോക്കിയ ആ പേരിട്ട സ്ഥലം നോക്കി, ആ പ്രാർത്ഥനയും കൂടെ ഒന്ന് കോർത്ത്. ഇനി ഒരായത്തുള്ളതാണ് സൂറത്ത് ആല ഇമ്രാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബൽ ലഫീ ളലാലിൻ മുബീൻ. ലഖദ് മന്നല്ലാഹു, തീർച്ചയായും അല്ലാഹു ഔദാര്യം ചെയ്തു, അലൽ മുഅ്മിനീന, വിശ്വാസികൾക്ക്, ഇത് ബഅസ ഫീഹിം, അവരിലേക്ക് അയച്ചു, റസൂലൻ, ഒരു ദൂതനെ, യത്ലു അലൈഹിം, അവർക്ക് ആ ദൂതൻ ഓതി കൊടുക്കുന്നു, ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, വയുസക്കീഹിം, ആ ദൂതൻ അവരെ സംസ്കരിക്കുന്നു, വയുഅല്ലിമുഹുമുൽ കിതാബ, അല്ലാഹുവിന്റെ ഗ്രന്ഥം ഓതി കൊടുക്കുന്നു, ഖുർആൻ ഓതി കൊടുക്കുന്നു, വൽ ഹിക്മത, തത്വജ്ഞാനം ഓതി കൊടുക്കുകയും ചെയ്യുന്ന നബിയെ അല്ലാഹു അവർക്ക് കൊടുക്കുന്നതിലൂടെ മുസ്ലിം മുഅ്മിനീങ്ങൾക്ക് പടച്ചവൻ ഔദാര്യം ചെയ്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഈ നബി വരുന്നതിന് മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. പരിശുദ്ധ ഖുർആൻ. നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ലോക ചരിത്രമല്ലേ. നബിയുടെ മദ്ഹ് പാടാത്ത, ഞാൻ ഖുർആനിലേക്ക് വരികയാണ്, നബിയുടെ മദ്ഹ് പാടാത്ത ഭാഷയുണ്ടോ? ഏത് ഭാഷക്കാരാ നബിയുടെ മദ്ഹ് പാടാത്തുള്ളത്? ചിലരെ ചോദിച്ചു, നമ്മൾ ഈ മൗലൂദൊക്കെ ഓതുമ്പോൾ ചിലർക്ക് സംശയം, നബിയുടെ സഹാബത്ത് അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോന്നാ. ഞാനും നോക്കിയിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോ പടച്ചവനെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നൊരു സഹാബിയുണ്ട്, റളിയല്ലാഹു അൻഹു പറ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പാട്ടുപാടി. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടുവാണെങ്കിൽ ഏത് ഭാഷയിലാ പാടുക? ഏത് ഭാഷയിലായിരിക്കും? ഇംഗ്ലീഷോ മലയാളം അറബിയോ? അറബി. ശബീഹു കബദറുൽ ലൈലി ബല്ലന്ദൻ വറൂ വവജ്ഹുക മിമ്മാഇ ബലാഹത് അസ്ഹറു വസുലുസുക കാഫൂറൻ وربعك عنبر وخمسك ياقوت وباقيك جوهر. അതിന്റെ അർത്ഥം എന്താ ശ്രദ്ധിക്കണേ. ശബീഹുക ബദറുൽ ലൈൽ, 14-ാം രാവിൽ പൊട്ടിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളുടെ നടുവിൽ മേഘക്കീറിൽ ഒളിച്ചു നിൽക്കാതെ നിലാവ് പുറത്തേക്ക് തല നീട്ടിയ രാത്രിയിൽ, നിലാവേ നിലാവേ നിനക്കെന്തഴകെന്ന് പറഞ്ഞ് പൗർണമിയെ ഒരാള് കണ്ടാൽ, 14-ാം രാവിലെ ചന്ദ്രനെ ഒരാള് കണ്ടിട്ട്
നിലാവിന്റെ അഴക് മുഴുവനും തന്റെ കണ്ണിലും ഹൃദയത്തിലും ആവാഹിച്ചിട്ട് നേരെ തിരിഞ്ഞാൽ നബിയെ അങ്ങയുടെ മുഖമെങ്ങാനും കണ്ടാൽ ചന്ദ്രൻ ലജ്ജിച്ചു പോകുന്ന തോട്ടക്കാരനെ അത്ഭുതപ്പെടുത്തുന്ന മുഖമല്ലേ അങ്ങയുടെ മുഖം മുത്തേ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലു മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയ സഹാബിയ. തീർന്നില്ല. ശബീഹുക ബദറുൽ ലൈലി ബല്ലന്ദൻവറു വവജുഹുക മിമ്മായിൽ മലാഹാതി അസ്ഹറു. സ്ഫടിക പാത്രത്തിൽ വെള്ളം വീണാൽ സ്ഫടികം തനിയെ തിളക്കമുള്ളതാണ്. അതിൽ വെള്ളത്തുള്ളി വീണാൽ എന്ത് തിളങ്ങുമോ അതുപോലെ തിളക്കമല്ലേ മുത്തേ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. വഫുലുക കാഫൂറുൻ വറുബുക അംബറു വഹുമുസുക യാഖൂതുൻ വബാഖിക ജൗഹറു. നബിയേ അങ്ങയുടെ ശരീരത്തിന്റെ 1/3 കർപ്പൂരമോ വറുബുക അംബറു 4/1 അത്തിറോ വഹുമുസുക യാഖൂതുൻ 5/1 മാണിക്യമോ വബാഖിക ജൗഹറു ബാക്കി മുഴുവനും രത്നമോ മുത്തേ രത്നമോ മുത്തേ മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിയത് 1400 കൊല്ലം മുമ്പ്. ഇനി സൈനുദ്ദീൻ മഖ്ദൂം പാടി. ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ മലയാള കവിതയോടെ ചൊല്ലാം. ഇന്ന ബൈതൻ അന്താ സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറൂജ്. വല്ല വീട്ടിലും അങ്ങ് താമസിച്ചാൽ അവിടെ വിളക്കിന്റെ ആവശ്യമില്ല നബിയേ. ആയിഷ ബീവി പറയുന്നു റളിയല്ലാഹു അൻഹാ, ഒരിക്കൽ ഞാൻ മുണ്ട് നെയ്യുകയാണ്. രാത്രിയായി പെട്ടെന്നൊരു കാറ്റടിച്ചോ. ബുറിഞ്ഞ കീറിപ്പോയ മുണ്ട് തുന്നുകയാണ്. കാറ്റടിച്ചപ്പോ കത്തിച്ചു വെച്ച വിളക്കടഞ്ഞു പോയി. സൂചി താഴെ പോയി. ഇരുട്ടത്ത് ഞാൻ അങ്ങനെ തപ്പിത്തടഞ്ഞിരിക്കുമ്പോ റസൂലുള്ള കടന്നു വന്നു. ഫജാഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലൈന. നബി ഞങ്ങളിലേക്ക് കടന്നു വന്നു. നബിയുടെ കാലിന്റെ പ്രകാശത്തിൽ നിന്ന് നിലത്ത് കടന്ന സൂചി ഞാൻ കണ്ടെടുത്തെന്ന് ബീവി ആയിഷ. നമ്മളെങ്ങനെ വീട്ടിൽ കയറിയാലോ പ്രകാശാണ്, നമുക്ക് പ്രകാശമാണ്. അല്ലാഹു പ്രകാശം തരട്ടെ. നിലത്ത് കടന്ന സൂചി കണ്ടെടുത്തോന്ന് പ്രകാശം കൊണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മങ്കൂസ് മൗലൂദ് ചൊല്ലി. ബൂസൂരിയുടെ ബുറുദ. ഞാൻ അലക്സാൻഡ്രിയയിൽ പോയിട്ടുണ്ട്. നവാസ് മനാൻ ഇപ്പൊ പോകുന്നുണ്ട്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അലക്സാൻഡ്രിയയിൽ പോയി ബൂസരി ഇമാമിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് മൊത്തത്തെ ഈ ബുറുദ വരികളാ. 165 വരിയ ഭിത്തി മൊത്തം. 2 തവണ ഞാൻ പോയി, അള്ളാഹു സ്വീകരിക്കട്ടെ. ഖിബർ പറഞ്ഞല്ലോ കേട്ടോ. ഖബറിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ ഒരു പദ്യം അങ്ങ് പാടി. അല്പം പേടിയുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചൊല്ലിയതാ. എല്ലാ നബിമാരെക്കാൾ അങ്ങ് മേലെയാണ്. പച്ച താഴികക്കുടത്തിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന ആമിനാന്റെ പൊന്നുമോനെ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാരെക്കാൾ അങ്ങ് മേലെയാണ്. ആകൃതിയിലും പ്രകൃതിയിലും. വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി. ലോകത്തുള്ള സർവ പദാർത്ഥങ്ങളുടെ പേര് പറഞ്ഞ് മലക്കുകളെ വിസ്മയിപ്പിച്ച ആദം നബിയാവട്ടെ, ബിസ്മില്ലാഹി മജ്രാഹാ വ മുർസാഹാ എന്ന് പറഞ്ഞ് കപ്പലോടിച്ച നൂഹ് നബിയാവട്ടെ, പക്ഷികളോടും ഉറുമ്പുകളോടും കിന്നാരം പറഞ്ഞ സുലൈമാൻ നബിയാവട്ടെ, 4 പക്ഷികളെ പിടിച്ചറുത്ത് കൂട്ടിക്കുഴച്ച് പേര് ചൊല്ലി വിളിച്ചപ്പോൾ പറന്നു വരത്തക്ക വിധത്തിൽ മുഅ്ജിസത്ത് കൊണ്ട് ശ്രേഷ്ഠരാക്കപ്പെട്ട ഇബ്രാഹിം നബിയാവട്ടെ,
ചെങ്കടലിൽ വടികൊണ്ട് നടിച്ചപ്പോൾ പിളർത്തപ്പെട്ട് ഫറോവയുടെ സൈന്യങ്ങളെ വിസ്മയിപ്പിച്ച ബഹുമാനപ്പെട്ട മൂസാ നബി ആവട്ടെ, കുഷ്ഠരോഗികളെയും വെള്ളപ്പാണ്ടുകാരെയും അന്ധരെയും തടകി സുഖപ്പെടുത്തിയ റൂഹുല്ലാഹി ഈസയാവട്ടെ, അങ്ങയുടെ ഇൽമിന്റെ അടുത്ത് എത്തിയിട്ടില്ല മുത്തേ, അങ്ങയുടെ അറിവിന്റെ അടുത്ത് എത്തിയിട്ടില്ല റസൂലേ, അങ്ങയുടെ ഔദാര്യത്തിന്റെ അടുത്ത് എത്തിയിട്ടില്ല ഹബീബേ മുഹമ്മദ് മുസ്തഫ. ബൂസരിന്റെ പുറതെയാ ചൊല്ലിയ ഒരുപാടുണ്ട്. ഒരു 10 ദിവസം പ്രസംഗിച്ച ഇതെന്നെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്, അത്ര മദ്ഹ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാ ഭാഷയിലും ഗിബൺ, നെഹ്റു, വാഷിംഗ്ടൺ ഇർവിങ്, പിന്നെ മിൽസ്, റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞു, സി രവിചന്ദ്രൻ, എല്ലാരും ഉണ്ട്. മുഹമ്മദ് മുസ്തഫ പറയാതെ പറ്റില്ല. അവര് പറയുമ്പോ തെറ്റ് പറയുമ്പോൾ അറിവില്ലായ്മയാ. റസൂലുള്ളാഹി അവസാനം മാതൃഭൂമിയിൽ സ്ഥിരം കവിത എഴുതുന്ന സുകുമാർ കക്കാട് എഴുതി. ഞാനിങ്ങനെ വായിച്ചു, എന്താ പഠിച്ചോനെ എഴുതിയത്? സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിൽ ഇണഞ്ഞും അഹങ്കരിച്ചും കരൽ കൊത്തിപ്പറിച്ചും ചവച്ചും പുളം ചാട്ട ഗോത്രക്കുറുമ്പിനെ കാട്ട് ക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക, ഭർത്യ രക്തക്കറ പറ്റിയ ദംഷ്ടയിൽ മണ്ണൊന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശ ധാവല്യത്തിൻ നിത്യ പ്രവാഹാൽ തീർത്ത പ്രബോധക, അങ്ങയ ചൂഴുമോരായിരം ഓർമ്മകൾ ആത്മഹർഷം മിതച്ചെത്തുമീ വേളയിൽ, ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേയുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. കഷ്ടമനാഥനായി ജാതനായെങ്കിലും ശിഷ്ടർക്ക് നാഥനായി വർത്തിച്ച സാത്വിക, പൊള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ പുഷ്പനികുഞ്ചകമാക്കിയ ചിന്തക, എത്രയും സൗമ്യനാണെങ്കിലും ശത്രുവിനിന്തിനുരുക്ക് വാളാകിന വിക്രമ, വിസ്തരതേക്കാൽക്കൽ വീണീടിലും ജീർണമാം വസ്ത്രേന ഗാത്രം പുതച്ച നിറുപോത്തമ, വായിപ്പീനെന്ന അത്യുന്നതങ്ങളിൽ നിന്ന് വാതുറന്നോതിയ വിജ്ഞാനദായക, അന്നം കൊടുപ്പീൻ പശിക്കെതിരെ ആദ്യത്തൊരംഗം കുറിച്ചൊരവശ സംരക്ഷക, ക്ഷമിപ്പീൻ ക്ഷമാശീലനാണ് എത്രയും ശക്തനെന്നോദിയ വേദപാരംഗത, അങ്ങയ ചോഴുമോരായിരം ഓർമ്മകൾ ആത്മഹർഷം മിതച്ചെത്തുമീ വേളയിൽ, ബന്ധുര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ, കൈകോർത്തുമേയുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയുമാശംസയും. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ പാടേണ്ടത്? ഇനി ആരാ പാടേണ്ടത്? അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം നമുക്ക് പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി അറിഞ്ഞുകൊണ്ട് ഖുർആൻ പഠിക്കലും മുഹമ്മദ് നബി അറിഞ്ഞുകൊണ്ട് തൗഹീദ് പഠിച്ചെങ്കിലേ നമുക്ക് കാര്യം ഗ്രഹിക്കൂ. അതുകൊണ്ട് ആ പണ്ട് ഫത്ഹുൽ മീലൊക്കെ എഴുതി വെച്ചത് ആദ്യം നബിയെ കുറിച്ച് പഠിപ്പിക്കാൻ. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് റസൂലുള്ളാഹി
എത്ര ഭാഷയിൽ ഇത് ലോക ചരിത്രത്തിൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്ക്, എന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ മക്കൾ, എനിക്ക് 2 മക്കളുണ്ട്. നവാസ് മന്നാനിക്കാരൻ, നവാസ് മന്നാനി വിദ്യാർത്ഥി ആയിരിക്കുമ്പോ എന്റെ വീട്ടിൽ വരാറുണ്ട്. ഇപ്പൊ എന്റെ ഭാര്യയായിട്ടാണ് ഞാൻ പ്രസംഗത്തിന് വന്നത്. മന്നാനി ഒരു മകനെ, അനുജനെ പോലെ, ആങ്ങളെ പോലെ എന്റെ ഭാര്യ കാണാറുണ്ട്. അള്ളാഹു മന്നാനിക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലേ, നമ്മുടെ നാട്ടിലെ എത്ര ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും, എത്ര പ്രവർത്തകരെ നമുക്ക് എത്താൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, അഷ്റഫുൽ ഖൽഖ് താഹ മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ മക്കളോട് എന്നെ പിൻപറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് നിസ്കാരം കളാ ആയിട്ടുണ്ട്, സുബഹിയൊക്കെ പലപ്പോഴും പണ്ട്. ഞാൻ ഉറപ്പിച്ചു, അള്ളാഹു പുറത്തരട്ടെ. ചിലപ്പോ ഉറങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പിന്നെ സുബഹി കളാത്തവരുണ്ടോ? എല്ലാരും കളാവാത്തവരാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തരട്ടെ. ഞാൻ എന്റെ മോനോട്, എനിക്ക് പേടിയാ, എടാ നീ സുബഹി കളാക്കാ. പണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ചിലപ്പോ ദേഷ്യം വരുമ്പോ നമുക്ക് പരിധി വിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ പിൻപറ്റുന്ന എന്റെ മോനോട് പറയാൻ പറ്റില്ല, എന്റെ ഭാര്യയോട് പ്രത്യേകിച്ചു. കാരണം എന്താ? ഗാന്ധി പറഞ്ഞു, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അല്ലേ, എന്റെ ജീവിതം എന്റെ സന്ദേശമാണ്, ഗാന്ധി പറഞ്ഞു. ഗാന്ധി എനിക്ക് ഇഷ്ടമാണ്. കയ്യിൽ ഒരു മുളവടിയും പിടിച്ച്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവായ MK ഗാന്ധി നടന്നപ്പോ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ചോദിച്ചു, ആരാ പോന്ന ആള്? കളിയാക്കി ചോദിച്ചതാ. ഒരു പിന്നെ ഉടുപ്പൊന്നും ഇല്ലാതൊരു കിളവൻ പോകുന്നു എന്ന് പറഞ്ഞു. ലാരി കോളിൻസിന്റെയും ഡൊമിനിക് ലാപ്പറിന്റെയും ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന പുസ്തകം നിങ്ങൾ വായിക്കേണ്ട പുസ്തകം. 2000-ലധികം ഡോക്യുമെന്റ്സുകൾ പരിശോധിച്ചിട്ട് എഴുതിയ പുസ്തകമാണ്. 2 ചരിത്രകാരന്മാരും ഇന്ത്യക്കാരല്ല, വിദേശീയരാണ്. അപ്പൊ ഇയാളാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിലൊക്കെ ഗാന്ധി ആക്ഷേപിച്ചെങ്കിൽ 1947 ജനുവരി 1 നിർത്താറായോ? അരമണിക്കൂടെ പറഞ്ഞൂടെ? ഖുർആൻ അല്പം പറയണ്ടേ? പറയാം. 47 ജനുവരി 1 6 അടി പൊക്കമുള്ള ഒരാള് ഒരു കറുത്ത കാറിനകത്ത് ഡൗൺ സ്ട്രീറ്റ് 10-ാം നമ്പർ മുറിയിലേക്ക് പോവാ. ലണ്ടനിൽ തെരുവുവിളക്കുകളൊക്കെ ഇങ്ങനെ തലേ ദിവസം രാത്രി കത്തി തണഞ്ഞിട്ടില്ല, മഞ്ഞാണ്. ഒരു പൊക്കമുള്ള ഒരാൾ ഇറങ്ങിച്ചെന്നു. ഒരു കറുത്ത കാറ്, 6 അടിയിൽ മേലെ പൊക്കണ്ട്. ഒരു തടിച്ച മനുഷ്യൻ വന്നിട്ട് സ്വീകരിച്ചു. 2 പേരും കൂടെ അകത്തേക്ക് കടന്നു. ആ കടന്നു ചെന്ന ആളാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. കയറ്റിയാള് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാണ്. എന്താണ് അങ്ങ് ക്ഷണിച്ചത്? ഇന്ത്യ അറിയോ? അറിയാം. അവിടെ പോടം. എന്തിന്? സ്വാതന്ത്ര്യം കൊടുക്കാൻ. സ്വാതന്ത്ര്യം കൊടുക്കാൻ. കയ്യിൽ മുളവടിയും പിടിച്ച് നടന്ന ഈ കിഴവനോ എന്ന് പരിഹസിച്ച പ്രധാനമന്ത്രിക്ക് മൗണ്ട് ബാറ്റനോട് പറയേണ്ടി വന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പോകണം. മൗണ്ട് ബാറ്റൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല. അദ്ദേഹം പല രീതിയിൽ ഒഴിഞ്ഞു മാറി. അവസാനം യോർക്ക് 102 എന്ന വിമാനത്തിൽ മൗണ്ട് ബാറ്റൻ പ്രഭുവും അദ്ദേഹത്തിന്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റൻ പ്രഭുവും പരിവാരങ്ങളുമായി ഇന്നത്തെ രാഷ്ട്രപതി താമസിക്കുന്ന വൈസ്രോയി മന്ദിരമാണെന്ന്. വൈസ്രോയി മന്ദിരം, അതാണ് ഇന്നത്തെ പ്രസിഡന്റിന്റെ മന്ദിരം. ആ മന്ദിരത്തിലെ താമസിക്കാൻ വേണ്ടി ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബാറ്റൻ പ്രഭു വിക്ടോറിയ ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിൽ വന്നിറങ്ങി. തൊട്ട് പിന്നിലുണ്ട് എഡ്വിന മൗണ്ട് ബാറ്റൻ. കുറച്ച് വളർത്തുപട്ടിയുണ്ട്, വിമാനത്തിൽ കൊണ്ടുവന്നതാണ്. അകത്തേക്ക് കയറിയപ്പോ, പട്ടിയുമായി അകത്തേക്ക് കയറിയപ്പോ എഡ്വിന മൗണ്ട് ബാറ്റൻ പ്രഭു വൈസ്രോയി മന്ദിരത്തിലെ, ഇന്നത്തെ രാഷ്ട്രപതി ഭവനായി പിന്നീട് മാറിയ വൈസ്രോയി മന്ദിരത്തിലെ പരിചാരകരോട് പറഞ്ഞു, Can you give me some chicken fry? എനിക്കല്പം ചിക്കൻ പൊരിച്ചത് തരും. മാഡം, എന്നുവെച്ചാൽ രാഷ്ട്രപതിയുടെ പ്രഥമ പൗരനാണ് വൈസ്രോയി. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുമ്പോ പ്രഥമ വനിതയല്ലേ? യെസ്. ആർക്കാണ്? പട്ടിക്ക് കൊടുക്കാനാണ്. പട്ടിക്ക് കൊടുക്കാനാണെന്ന്. പട്ടിക്ക് കൊടുക്കാനായി കോഴിയുടെ, നാടൻ കോഴിയുടെ കരള് വറുത്തുകൊണ്ട് കൊടുത്തപ്പോ തളികയിൽ വെച്ചിട്ട് കഥപടച്ചകത്ത് കയറിയിട്ട് എഡ്വിന വിശപ്പ് തീരുന്നത് വരെ കഴിച്ചുവെന്ന് ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും എഴുതി വെച്ചു ഫ്രീഡം അറ്റ് മിഡ്നൈറ്റിൽ.
കാരണം പട്ടിണി കിടന്ന നാട്ടിൽ നിന്നാണ് ഇഡ്ഡീന വന്നത്. കയ്യിൽ മുളപടിയും പിടിച്ചു നടന്ന വിരുദ്ധനോ എന്ന് ചോദിച്ച് ആക്ഷേപിച്ച ആ വിരുദ്ധന്റെ പാദസ്പർശമേറ്റ ഗംഗയും യമുനയും സരയൂ നദിയും ഒഴുകുന്ന സാമവും അഥർവവും യജസ്സും ഋഗ്വേദവും ആരണ്യകവും ഉപനിഷത്തും ഇതിഹാസങ്ങളും വേദങ്ങളും ഖുർആനും കൊണ്ട് ആധ്യാത്മികതയുടെ മന്ത്രോച്ചാരണം ഒഴുകുന്ന ഭാരതത്തിന്റെ സാംസ്കാരിക തലസ്ഥാന നഗരിയിൽ, ഭാരതത്തിന്റെ തലസ്ഥാന നഗരിയിൽ വന്നിറങ്ങിയ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യയ്ക്ക് പട്ടിക്ക് കൊടുത്ത കോഴിയിറച്ചി ആവേശത്തോടെ തിന്നാനുള്ള വിധി അല്ലാഹു കൊടുത്തെങ്കിൽ ചരിത്രം അങ്ങനെയാണ്. ചരിത്രം ആവർത്തിക്കപ്പെടും. നിഷേധിക്കപ്പെട്ടവർ പിന്നീട് തിരുത്തപ്പെടും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൽ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് എന്ന് ഖുർആൻ കടന്നുപോയി, പറഞ്ഞുപോയി. അങ്ങനെയുള്ള ഗാന്ധിയെ ആക്ഷേപിച്ചവർ അവസാനം ഗാന്ധിയുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, പ്രവാചകനെ വിമർശിച്ചവർ പ്രവാചകനെ സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതായി നിങ്ങൾക്കറിയാൻ കഴിയില്ലേ? സയ്യിദിന മുഹമ്മദ് മുസ്തഫ ആരാണ് അയാൾ? അതോടെ നിങ്ങൾക്ക് പറയാം. ഞാൻ ആടെ പുസ്തകം തന്നെ പറഞ്ഞാൽ ലിയോപോൾഡ് വൈസ് എവിടെ ജനിച്ചോ? ജർമ്മനിയിൽ. ഏത് കുടുംബത്തിൽ? ജൂത കുടുംബത്തിൽ. ജൂതന്മാർക്ക് മുസ്ലിങ്ങളോടുള്ള ഇഷ്ടം പറയണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പോഴും. എഴുതുക, വിമർശിച്ചെഴുതുക. അന്ന് ഈ റേഡിയോ അല്ല, പിന്നെ ടി വി ഒന്നുമില്ല, റേഡിയോ ഒക്കെ ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോ ഇതെല്ലാരും വായിച്ചിട്ട് സത്യാന്ന് വിശ്വസിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ സ്വപ്നം കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണം, അയാളൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഒരു തീവണ്ടി നിറച്ച ആൾക്കാരുമായിട്ട് ഒരു തീവണ്ടി പാളത്തിലൂടെ ഇങ്ങനെ വരിക. വരുമ്പോ തീവണ്ടിയുടെ പാളം ചതുപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്തിന്റെ മുകളിൽ നാട്ടപ്പെട്ട പാലത്തിലെത്തിയപ്പോ പാളം തെറ്റി ബോഗികൾ നിലത്ത് വീണു. ഇയാളും അതിൽ പാസഞ്ചറാണ്, യാത്രക്കാരനാണ്. താഴെ വീണപ്പോ ചതുപ്പ് സ്ഥലത്തേക്ക് വീണത് കൊണ്ട് ശ്വാസം മുട്ടി തല പൊക്കാൻ കഴിയാതെ മരിക്കാൻ പോവാണ്. ഇദ്ദേഹത്തിന്റെ ഡ്രീമാണ്, സ്വപ്നമാണ്. അങ്ങനെ വീഴുന്നു കിടക്കുന്ന സമയത്ത് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കൈനീട്ടി. ആ സമയത്ത് കന്തൂറ ധരിച്ച, മുഖം മറച്ച ഒരറബി വന്ന് എന്റെ കയ്യിൽ പിടിച്ചു. അറബിയുടെ കയ്യിൽ പിടിച്ച് എന്നെ ആ അറബിയുടെ കൈയുടെ സഹായത്താൽ പുറത്തെത്തിച്ചു. പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്കത് മനസ്സിലായില്ല എന്താണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന്. കുറച്ചു കൊല്ലം കഴിഞ്ഞു. എന്റെ അമ്മാവൻ ഈജിപ്തിലേക്ക് എന്നെ വിളിച്ചു. പത്രക്കാരനായി അവിടെ ചെന്നു. പിന്നെ ഇറാഖിൽ വന്നു, ഇറാനിൽ വന്നു. അവസാനം ഞാൻ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ചു. ഞാൻ അറിയാതെ തന്നെ മനസ്സിലേക്ക് ഇസ്ലാമിന്റെ ആശയം കടന്നു വരാൻ തുടങ്ങി. പ്രവാചകന്റെ പാദസ്പർശമേറ്റ നാട്ടിൽ വെച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ വിശ്വസിച്ചു. നേരെ ഞാൻ പോയി മദീനയിലേക്ക്, റൗളയിലേക്ക് ഞാൻ പോവുകയാണ്. റൗള ഷരീഫിന്റെ മുമ്പിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പച്ചത്താഴിക കുടത്തിന്റെ താഴെ ഉറങ്ങിക്കിടക്കുന്ന നേതാവേ, അങ്ങയുടെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികൾ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായി മാറാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാനം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകളുടെ അറകൾ എന്ന പുസ്തകം നിങ്ങൾ വായിക്കൂ. അതിനകത്ത് നിങ്ങൾ കാണാം, കാശ്മീരിൽ വെച്ചുകൊണ്ട് ബഷീർ ഇദ്ദേഹത്തെ കണ്ടു. ഒരു തൊപ്പിയും വെച്ച് താടിയും വെച്ചുകൊണ്ട് സഹീഹുൽ ബുഖാരി എന്ന റസൂലുള്ളാഹിന്റെ ഹദീസ് 7000-ൽ പരം വരുന്ന ഹദീസ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം നടന്ന് വിൽക്കുന്നതായി കണ്ടു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ. ആരെക്കുറിച്ച്? മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രം എഴുതിയ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് അസദ്. ദ റോഡ് ടു മക്ക. പാകിസ്ഥാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. മൊറോക്കോയിൽ വെച്ച് മരിച്ചു 90ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പുസ്തകമാണ്. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ നടത്തിയത് എം.എൻ. കാരശ്ശേരിയാണ്. പുസ്തകം തിരുവനന്തപുരത്ത് വാങ്ങാൻ കിട്ടും. കാരശ്ശേരി മാഷിനെ കൊണ്ട് തന്നെ അല്ലാഹു അത് എഴുതിപ്പിച്ചു. പടച്ചവന്റെ കുതിരത്ത് കണ്ടോ? കാരശ്ശേരി മാഷിനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു. നമുക്ക് മാഷിനെ ബഹുമാനുണ്ട്. All persons are equally entitled to freedom of conscience and the right to freely practice and propagate religion. നമുക്ക് എതിർപ്പ് ഇതിനകത്തുള്ളത് സ്റ്റേറ്റ് shall endeavor to secure for the citizen a civil code uniform throughout the territory of India. അവിടെ നമ്മൾ തമ്മിൽ ഇച്ചിരി തെറ്റ്. ആദ്യം പറഞ്ഞാൽ വി ആർ വൺ. ഇന്ത്യയിലുള്ള എല്ലാവരും സഹോദര ഹിന്ദുക്കൾ. അപ്പുറത്ത് ക്ഷേത്രമുണ്ട്, അപ്പുറത്ത് ക്രിസ്ത്യൻ ദേവാലയമുണ്ട്, പാളയം പള്ളി. നമ്മളെ സഹോദരങ്ങളല്ലേ? രാത്രി നമുക്ക് എവിടെങ്കിലും പോയി വഴിതെറ്റിപ്പോയാ ഒരു പേടിയും വേണ്ട. അമ്പലത്തിന്റെ മുറ്റത്ത് നമുക്ക് കിടക്കാം, ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ കിടക്കാം. ആലപ്പുഴ സമസ്തന്റെ സമ്മേളനം നടക്കുമ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാൻ കടലിന്റെ തീരത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ സമ്മേളനത്തിന് വന്നു. പള്ളിയൊക്കെ നിറഞ്ഞു. കടപ്പുറം മൊത്തം നിസ്കരിക്കാൻ ആൾക്കാർ കൂടി. അവസാനം ബിഷപ്പ് ഹൗസ് തുറന്നു കൊടുത്തു. ആര്? മുസ്ലിങ്ങൾ എന്നിട്ട് ചോദിച്ചിട്ടൊന്നുമല്ല. ബിഷപ്പ് വന്നിട്ട് പറഞ്ഞു, വെൽക്കം ആ സഹോദരങ്ങളെ, പള്ളിക്കകത്ത് നിസ്കരിക്കണോ? നിസ്കരിച്ചോ. പള്ളി മുറ്റത്ത് നിസ്കരിക്കണോ? നിസ്കരിച്ചോ. ഒന്നു കൊടുക്കാൻ അപ്പുറത്ത് വെള്ളമുണ്ടെന്ന്. അച്ഛന്റെ അരമന ബിഷപ്പിന്റെ റൂം തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, വിശ്രമിക്കുന്ന അവിടെ നിന്ന് വിശ്രമിച്ചോ, കുടിക്കാൻ വെള്ളം കൊണ്ടുതരാന്ന്. ഇതാ കേരളം, ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. 1799 മെയ് 4-ാം തീയതി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരൻ ബ്രിട്ടീഷുകാരന്റെ വെടിയേറ്റ് മരിച്ചു. കണ്ണ് പകുതി തുറന്നിരുന്നു എന്ന പുസ്തകത്തിൽ എഴുതിയത്. ഞാൻ കരഞ്ഞുപോയി ആ പുസ്തകത്തിൽ. കണ്ണ് പകുതി തുറന്നു ഇരുന്നു. ആരാ അത്? ടിപ്പു. നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചവരല്ലേ? ലോക ചരിത്രത്തിൽ എത്ര രാജാക്കന്മാർ പടക്കളത്തിൽ വെച്ച് മരിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല ചരിത്രത്തിൽ? ഇനി APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ കൂടി നിങ്ങൾ ചേർത്ത് വായിക്കുക. അബ്ദുൽ കലാം സാറ് BSSCയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ആളല്ലേ? അദ്ദേഹത്തിന്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട്, വിങ്സ് ഓഫ് ഫയർ. ഈ ടിപ്പു സുൽത്താൻ അതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ അതൊരു കോർവയാവില്ല. ടിപ്പു മരിച്ചപ്പോ ടിപ്പുവിന്റെ കോട്ടയ്ക്ക് പിന്നെ അബ്ദുൽ കലാം പറയുന്നത് അമേരിക്കയിൽ ഇദ്ദേഹം പോയി. അവിടെ മുതൽ പറയാം, 2 മിനിറ്റ്. അമേരിക്ക ചെന്നു. എപ്പോ? ട്രെയിനിയായി. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ഉപരിപഠനത്തിന് അമേരിക്കയ്ക്ക് പോയി. VIP നാസയുടെ സ്വീകരണ മുറി ഇരിക്കുക അബ്ദുൽ കലാം സാറിന്. നാസയുടെ സ്വീകരണ മുറിയിൽ അബ്ദുൽ കലാം സാറ് പ്രതിരോധ രംഗത്തെത്തുന്നതിന് മുമ്പ് ഭാരതത്തിന്റെ റോക്കറ്റ് വിക്ഷേപിക്കാൻ ക്രയോജനിക് എഞ്ചിൻ റഷ്യയിൽ നിന്ന് വാടകയ്ക്കെടുക്കേണ്ടി വന്നെങ്കിൽ ഒരു സ്ക്രൂ പോലും ഭാരതത്തിൽ നിർമ്മിച്ചത് ഭാരതത്തിൻ്റെതായിരിക്കണമെന്ന ദൃഢപ്രതിജ്ഞയോടെ വിക്രം സാരാഭായിയുടെയും അതുപോലെ തന്നെ ഉന്നതന്മാരായ ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ ഉജ്ജ്വല വ്യക്തിത്വം പതിപ്പിച്ച മഹാപ്രതിഭാശാലികളുടെ ആഗ്രഹം സാധിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ക്രയോജനിക് എഞ്ചിൻ സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് പൊഖ്റാനിൽ അണുവായുധ പരീക്ഷണം നടത്തി വിജയിപ്പിച്ച് നേട്ടം മരിച്ചപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഗാന്ധി പാർലമെന്റ് വിളിച്ചിട്ട് ചോദിച്ചു, വാട്ട് യു വാണ്ട് മിസ്റ്റർ അബ്ദുൽ കലാം? എന്താ വേണ്ടത് ചോദിക്കൂ. 540-ലധികം മെമ്പർമാരിരിക്കുക. ഇന്ത്യ മൊത്തം ചോദിക്കുന്നതിന് തുല്യമാത്. പാർലമെന്റ് മെമ്പർ ആരംഭിച്ച് ചോദിച്ചു, എന്ത് ഇന്ത്യ അങ്ങേക്ക് തരണം? ഇന്ത്യ എന്ത് തരണം അങ്ങേക്കെന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് അബ്ദുൽ കലാമിനോട്. ഈ അബ്ദുൽ കലാം അമേരിക്കയിൽ ചെന്നു. നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ VIP റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചിത്രം. പുസ്തകം വായിക്കണം, വാട്സാപ്പ് നോക്കിയിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് പാട്ടും പാടിക്കൊണ്ട് കേട്ടാ പോരാ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, വായന നിങ്ങൾ ഒരു ദിവസം 4 മണിക്കൂർ വായിക്കണം. ഞാൻ നവാസ് മന്നാനിയോട് എന്റെ അടുത്ത് വരുന്ന സമയത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഞാൻ ഉപദേശിച്ചൊരു ഉപദേശം അതാണ്, 3 മണിക്കൂർ മിനിമം വായിക്കണമെന്ന്. എന്റെ വീട്ടിൽ കുറെ പുസ്തകമുണ്ട്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്റെ ഭാര്യ ഒരെണ്ണം തുറന്നു പോലും നോക്കത്തില്ല. എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഒന്ന് പൊടി അടിച്ചാവുന്നത് ഒരു പേരൊന്ന് തുറന്നിട്ടൊന്ന് നോക്കണമല്ലോ. ഞാൻ പറഞ്ഞു, നിനക്ക് ഭാഗ്യം ഇരിക്കട്ടെന്ന്. പിന്നെ എനിക്കൊരു മകനുണ്ട്, അവൻ ഡോക്ടറാ. വാപ്പി വായിക്കാൻ നേരം ഉറക്കം വരുമെന്ന് പറയാം.
അവൻ വായിക്കുന്ന ബെയിലി ആൻഡ് ലോ എ ഷോർട്ട് പ്രാക്ടീസ് ഓഫ് സർജറി. അവന്റെ മെഡിസിൻ സംബന്ധ പുസ്തകം. ഞാൻ പറയാം എസ് കെ പൊറ്റക്കാരന്റെ പുസ്തകം വായിക്കണ. ഒരു തെരുവിന്റെ കഥ നീ വായിക്ക്. ഗാന്ധിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിക്ക്. ഷേക്സ്പിയറിന്റെ മാക്ബത്തും ജൂലിയസ് സീസറും വായിക്ക്. മാർക്ക് ആന്റണിയുടെ പ്രസംഗമൊക്കെ നീ ഒന്ന് പഠിക്ക്. 2000 കൊല്ലത്തിന് മുമ്പ് മാർക്ക് ആന്റണി ജൂലിയസ് സീസർ മരിച്ചപ്പോ അവിടെ ആകെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു പ്രസംഗം നടത്തിയ പ്രസംഗമൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ പറയുമ്പോൾ വേറെ ജോലിയില്ലെന്ന് അവളെ പറയാതെ തന്നെ അങ്ങ് പോവും. അതാ നമ്മുടെ എന്റെ ചെറുപ്പക്കാർ പറയാം, നിങ്ങൾ വായിക്കണം. അബ്ദുൽ കലാം സാറ് പറയുക, നാസയുടെ സ്വീകരണ മുറിക്കകത്ത് തവിട്ട് നിറമുള്ള ഒരാൾ റോക്കറ്റ് കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഛായാചിത്രം ഞാൻ കണ്ടു. ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവാതെ ഞാൻ കസേരക്കകത്ത് വന്നിരുന്നിട്ട് രണ്ടാമത് ഞാൻ ചെന്ന് നോക്കി. ആരാണ് പടച്ചവനെ? ഭാരതീയനായ ഒരു രാജാവിന്റെ, ഭാരതീയനായ ഒരു ചക്രവർത്തിയുടെ ചിത്രമാണത്. സാക്ഷാൽ മഹാനായ ടിപ്പു സുൽത്താൻ റോക്കറ്റ് കൊണ്ട് യുദ്ധം ചെയ്യുന്ന ഛായാചിത്രം അമേരിക്കയുടെ സ്വീകരണ മുറിയിൽ, ആരുടെ? പെന്റഗണിലെ ഡിഫൻസ് ഡയറക്ടറുടെ മുറിയിൽ അമേരിക്കൻ പ്രസിഡന്റിനും പ്രതിരോധ വകുപ്പിന്റെ ഉന്നതന്മാർക്കും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും അല്ലാതെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആരുടെ ഫോട്ടോ വല്ല ചിത്രം? മഹാനായ ടിപ്പുവിന്റെ ചിത്രം. റോക്കറ്റ് കൊണ്ട് യുദ്ധം, അതെന്താ അത്ഭുതം? അബ്ദുൽ കലാം പറയാണ്, 1799 മെയ് 4 മരിച്ചു വീണപ്പോ ബ്രിട്ടീഷുകാര് നേരെ കോട്ടയ്ക്കകത്ത് കടന്നപ്പോ 600-900 റോക്കറ്റുകളും അനുബന്ധ ഉപകരണങ്ങളും കിടക്കുന്നു. ഇംഗ്ലീഷുകാര് പരസ്പരം ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ഇതെന്താ? അവര് പറഞ്ഞു, ഒന്നുകിൽ ഇത് സ്റ്റീം കേക്ക് പുട്ടായിരിക്കും, ഇന്ത്യൻ പുട്ട്. ഇതവരെടുത്തോണ്ട് പോയി. അബ്ദുൽ കലാം സാറ് പറയുന്നുണ്ട്, എടുത്തോണ്ട് പോയി. ഇത് റോക്കറ്റാണ്, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ലണ്ടനിൽ കൊണ്ടുപോയി വെച്ചു, ഉപയോഗിക്കാൻ അറിയില്ല. അവസാനം ഇവരുടെ ശാസ്ത്രജ്ഞന്മാർ വന്ന് 20ാം നൂറ്റാണ്ടിൽ തുടക്കത്തിൽ നോക്കി. പക്ഷേ അതിന്റെ റിലേ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇനി അബ്ദുൽ കലാം സാറിന്റെ ഭാഷയിൽ ഞാൻ പറയാം, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, വിപരീത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനി അതിൽ നിന്ന് ഒരെണ്ണമെടുത്തിട്ടൊന്ന് വിട്ടു. നേരെ ലണ്ടന്റെ നഗരം, കുറെ സായിപ്പന്മാര്, ഖല്ലീവല്ലി. അത് ടിപ്പുവിന്റെ ഒരു കറാമത്ത. അത് ടിപ്പു സുൽത്താന്റെ കറാമത്താണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, വിപരീത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ആധുനിക ജർമ്മനിക്കും ലണ്ടനും റോക്കറ്റ് ഉപയോഗിക്കാൻ ലോകത്താദ്യമായ റോക്കറ്റിന്റെ ഉപജ്ഞാതാവെന്ന് ധൈര്യസമേതം പറയാൻ കഴിയുന്നത് ടിപ്പു സുൽത്താനാണെന്ന് അബ്ദുൽ കലാം എഴുതി വെച്ച പുസ്തകം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്ത് ഒരു അമേരിക്കയും ഒരു റഷ്യയും ഒരു ജപ്പാനും ഒരു ഹംഗറിയും ഒരു ഇന്ത്യയും അത് നിഷേധിച്ചിട്ടില്ല. ആ റോക്കറ്റ് കൊണ്ട് ഭാരതത്തിൽ കടന്നെന്ന ബ്രിട്ടീഷുകാരനോട് പോരാടാൻ സന്നദ്ധത കാണിച്ച അള്ളാഹുവിന്റെ വലിയായ ടിപ്പു സുൽത്താൻ മൈസൂരിൽ ഒരു പള്ളി പണിഞ്ഞു. ആ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, ലൊഹർ നിസ്കരിക്കാനും അസ്ർ നിസ്കരിക്കാനും ഒക്കെ ആൾ വരണമല്ലോ. ഒരു അസറിനാണ് ഉദ്ഘാടനം. നാട്ടിലെ പണ്ഡിതന്മാരെ മൊത്തം വിളിച്ചു. ഷാഫി, ഹനഫി, ഹംബലി മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ കഴിവുള്ള ഹാഫിദീങ്ങളും ഒക്കെ വന്നു. ടിപ്പു സുൽത്താനും വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിക്കകത്ത് ഒരു ബാങ്ക് വിളിക്കണം ഒരാള്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് കൈപൊക്കി. ഒരു ആഗ്രഹമല്ലേ ആദ്യത്തെ ബാങ്ക് വിളി, ഇനാഗുറേഷൻ നടക്കുന്ന സമയല്ലേ. ടിപ്പു സുൽത്താൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ആവേശം കൊള്ളാം, ഇരിക്കൂ, എനിക്കൊരു ഷർത്തുണ്ട് എന്ന് പറഞ്ഞു. എന്താ ഷർത്ത്? താടി എല്ലാവരും ഇങ്ങനെ തടയിരിക്കുക, ഉസ്താദന്മാര്, ആലിമീങ്ങൾ, വലിയ പണ്ഡിതന്മാര്. അപ്പൊ ചോദിച്ചു, എന്താ ഷർത്ത്? പ്രായപൂർത്തി എത്തിയ ശേഷം ഇന്ന് രാവിലെ വരെ ഒരു സുബഹിയും കളാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കൊളിക്കട്ടെ. അപ്പൊ ഒരാൾ ചോദിച്ചു, ഉറങ്ങിയെങ്കിലും? അത് പറ്റൂല, അത് അള്ളാന്റെ അടുത്ത്, ഇവിടെ പറ്റൂല. ഉറങ്ങിയെങ്കിലോ? അത് പറ്റില്ല. അപ്പൊ ഇവര് പരസ്പരം പറഞ്ഞു, ഇന്ന് ബാങ്കുളി നടന്നത് തന്നെ. ആരും തയ്യാറാവാതിരുന്ന നേരത്ത് 4 വരക്കട വീതിയിലുള്ള കരയുള്ള മുണ്ടുമുടുത്ത് മൈസൂറിന്റെ സിംഹമാക ടിപ്പു സുൽത്താൻ മെഹ്റാബിന്റെ വലതുവശത്ത് നിന്ന് ഖിബലയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞില്ലേ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു
അക്ബർ. കണ്ണുനീരങ്ങനെ ഒഴുകുകയായിരുന്നു. പണ്ഡിതന്മാര് കരഞ്ഞുപോയി. നിസ്ബാങ്ക് വിളി കഴിഞ്ഞപ്പോ ടിപ്പു ഗദ്ഗദത്തോടെ പറഞ്ഞു, പ്രായപൂർത്തി എത്തിയ ശേഷമെന്നല്ല, 7 വയസ്സ് മുതൽ ഇന്ന് വരെ ടിപ്പുവിന്റെ സുബഹി ഖളാ ആയിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയായ ടിപ്പുവിന്റെ ഖബറിന്റെ അടുത്ത് ഞാൻ സിയാറത്തിന് എന്റെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയപ്പോ ഞാൻ അവിടെ നിന്ന് ഓതിയപ്പോ പടച്ചവനെ ഞാൻ എത്ര അശുവാണെന്ന് തോന്നിപ്പോയ നിമിഷമാണ്. രാജ്യത്തിന്റെ സ്നേഹത്തോടൊപ്പം മതബോധമുണ്ടാകുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് കണ്ട് ബ്രിട്ടീഷുകാരനോട് പോരാൻ ടിപ്പുവിനെ പ്രേരിപ്പിച്ചെങ്കിൽ ആ ടിപ്പുവിനെ പോലെയുള്ള ധീരരായ നിരവധി സഹോദരങ്ങളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൈനന്മാരും ബുദ്ധന്മാരും രക്തം കൊടുത്ത് രക്തം ചീന്തിയ ഭാരതം എന്ന രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധി എന്ന MK ഗാന്ധി ആക്ഷേപിച്ച ബ്രിട്ടീഷുകാരനെ, ആ ബ്രിട്ടീഷുകാരന്റെ വൈസ്രോയുടെ ഭാര്യയുടെ പട്ടിക്ക് കൊടുക്കേണ്ട ആഹാരം മുറിക്കകത്ത് കയറിയിട്ട് വയറ്റിലേക്ക് ആവേശത്തോടെ തിന്നേണ്ട സ്ഥിതിയിലേക്ക് പടച്ചവൻ കൊടുത്തെങ്കിൽ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഗാന്ധി പറഞ്ഞു. ഖുർആൻ റസൂലുള്ളാഹിനെ കുറിച്ച് അങ്ങനല്ല പറഞ്ഞത്. മുഹമ്മദ് മുസ്തഫ ഖുർആൻ വേറെ ഒരു ശൈലിയിലാണ് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. ആദ്യം നബിയുടെ അനുചരന്മാരോടാണ് പറഞ്ഞത്. വകദാലിക അപ്രകാരം ജഅൽനാകും ഏ പ്രവാചകാനുചരന്മാരെ, ഓ അബൂബക്കറെ, ഓ ബിലാലെ, ഓ ഫാത്തിമ, ഓ സുമയ്യ, ഓ ഹഫ്സ, ഓ മൈമൂന, ഏ പ്രവാചക പത്നികളെ, വിശ്വാസിനികളെ, പ്രവാചകാനുചരന്മാരെ, അവരുടെ ഭാര്യമാരെ, ജഅൽനാകും നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ഉമ്മതം വസത, നിങ്ങളെ നാം ഒരു മധ്യ സമുദായമാക്കിയിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്യണേ ഇവിടെ, ലിതകൂനു നിങ്ങളാവാൻ ശുഹദാ അലന്നാസ്, ലോകം അവസാനിക്കുന്നത് വരെയുള്ള സർവജനങ്ങൾക്കും നിങ്ങളിലൂടെ സാക്ഷ്യമാവണം. നിങ്ങളുടെ ജീവിതം അവര് കണ്ട് പഠിക്കണം. 1ാം ഗ്രേഡ് നിങ്ങൾക്കൊരാളെ ഞാൻ തരാം. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. എന്തൊരു പോയിന്റാണ് ആ ഖുർആൻ പറഞ്ഞത്. പ്രവാചക അനുചരന്മാര് ലോകത്തിന് സാക്ഷികളാണെന്നും അവരിൽ നിന്ന് ഇസ്ലാം പഠിക്കട്ടെ. നിങ്ങൾക്ക് പിൻപറ്റാൻ ഞാൻ ഒരാളെ തരാം. വയകൂന റസൂലു അലൈക്കും ഷഹീദ, അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിക്ക് 23 കൊല്ലം കൊണ്ട് കൊടുത്തതാണ് ഖുർആൻ. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണേ. ഇവിടെ സാറന്മാരുണ്ട്, പ്രൊഫസർമാരൊക്കെ ഉണ്ട്. ഞാൻ സാധാരണക്കാരനാണ്. അറിവ് നമ്മൾ എങ്ങനെയാണ് നേടുന്നത്? അറിവ് ഞാൻ ഉദാഹരണം എടുത്ത് പറയാം. നിങ്ങൾ ബോറടിക്കരുത്, എഴുന്നേക്കരുത്. അത്യാവശ്യം ടോയ്ലറ്റ് പോകേണ്ടവരൊക്കെ എഴുന്നേക്കാന്നല്ല, 10-15 മിനിറ്റ് നമുക്ക് നിർത്താം.